നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പരിതാപകരം, അബ്സല്യൂട്ട്ലി ഡിസാസ്ട്രസ്, നാണക്കേട്. എന്താണ് പറയേണ്ടത്? കോൺമെബോൾ യഥാർത്ഥത്തിൽ നാണം കെട്ടിരിക്കുന്നു. കോപ്പ അമേരിക്കയുടെ ഫൈനൽ, ഒരു കോണ്ടിനെന്റൽ ടൂർണമെന്റ് ഫൈനലാണ്. അതുപോലും മര്യാദക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയാതെ കിക്ക് ഓഫ് ഡിലേ ചെയ്യേണ്ടി വരുന്നു. കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം ഡിലേഡ് ആവാൻ കാരണം എന്താണ്? വൈകാൻ കാരണം എന്താണ്? ശരിക്കും ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലെ കൊളംബിയൻ ആരാധകര് സ്റ്റേഡിയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ അളവിൽ ടിക്കറ്റ് ഇല്ലാതെ ആളുകൾ വന്ന് സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. സെക്യൂരിറ്റി തടയാൻ ഉള്ള ശ്രമം നടത്തി. ആകെ പ്രശ്നങ്ങളായി. ചിലരാവട്ടെ സെക്യൂരിറ്റിയെ മറികടന്നുകൊണ്ട് മതിലെടുത്ത് ചാടുന്ന രൂപത്തിൽ, ഗേറ്റിന് മുകളിലൂടെ ചാടുന്ന രൂപത്തിൽ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ആദ്യ ഘട്ടത്തിലെ അരമണിക്കൂർ ഡിലേക്ക് തീരുമാനിക്കുന്നത്. പിന്നീട് രണ്ടാമത് വീണ്ടും ഗേറ്റ് തുറക്കുന്ന ഘട്ടത്തിൽ അതുപോലെ തന്നെ വീണ്ടും ആളുകൾ കയറി വരികയും തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും ഫർദർ ഡിലേയിലേക്ക് കിക്ക് ഓഫ് പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി സിസ്റ്റം പൂർണ്ണമായിട്ടും ഫ്ലോപ്പ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ ഉറുഗ്വായ് വേഴ്സസ് കൊളംബിയ മത്സരം കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലേക്ക് ഉറുഗ്വായ് താരങ്ങൾ കയറിപ്പോയി അടിയുണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടായി. അന്നും പ്രശ്നം സെക്യൂരിറ്റിയുടെ തന്നെയായിരുന്നു. ഉറുഗ്വായ് താരങ്ങളുടെ അമ്മമാരെയും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഭാര്യമാരെയും ഒക്കെ ആക്രമിച്ചു കൊളംബിയൻ ആരാധകർ. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഉറുഗ്വായ് താരങ്ങൾ കയറി ചെന്നത് എന്നായിരുന്നു അന്നത്തെ വാർത്ത. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫൈനൽ ഇതുപോലെയാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. കോൺമെബോളിന്റെ പിടിപ്പുകേടെന്ന് പറയുന്നവരുണ്ട്. USA കോപ്പ അമേരിക്ക എന്നല്ല ഒരു മേജർ ടൂർണമെന്റും നടത്താൻ അവരിപ്പോൾ സജ്ജരല്ല എന്ന തരത്തിൽ ഉള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഇത് തീർത്തും പരിതാപകരമായ ഒന്നായിപ്പോയി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.